കേരളത്തെ അപമാനിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളം ദേശവിരുദ്ധരുടെ താവളമെന്ന് അമിത്ഷായുടെ അധിക്ഷേപം. LDFും UDFും ഇതിന് ഉത്തരവാദികളാണെന്നും അമിത്ഷാ പറഞ്ഞു. और मित्रों, ये LDF, UDF, LDF केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है. മാനസ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. മാനസ, ഇതാദ്യമായിട്ടല്ല അമിത്ഷാ കേരളത്തെ അധിക്ഷേപിക്കുന്നത്. പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അമിത്ഷാ കേരളത്തോടുള്ള ഈ അധിക്ഷേപം. പക്ഷേ ഇപ്പോൾ പറയുന്നത് കേരളം ദേശവിരുദ്ധരുടെ താവളമെന്നാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ. എന്ത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ ഇത്തരത്തിലൊരു ആരോപണം കേരളത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്? എന്താണ് അദ്ദേഹം പറയുന്നത്? അതുതന്നെയാണ് മനോ. BJPയുടെ നേതൃയോഗത്തിലാണ്, വാർഡതല നേതൃയോഗത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിനെതിരെ ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത്. കേരളം ദേശവിരുദ്ധരുടെ താവളമായി മാറി എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിന് കാരണം LDF, UDFിന്റെ ഭരണമാണ് എന്നതാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഈ കാര്യം എന്ന് ഇത്തരത്തിൽ പരസ്യമായി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പോലും പറയാൻ അല്ലെങ്കിൽ വ്യക്തമാക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം കേരളം എത്രത്തോളം ആണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണം, സംസ്ഥാന സർക്കാർ, അതോടൊപ്പം തന്നെ UDF ഭരണമാണെങ്കിലും LDF ഭരണമാണെങ്കിലും ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുകയാണെങ്കിൽ അതിൽ ചരിത്രം തന്നെ തെളിയിക്കും എന്താണ് അതിൻ്റെ വസ്തുത എന്നുള്ളത്. എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ഒരു പരാമർശം അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഇത് ആദ്യമായല്ല എന്നുള്ളതും പ്രസക്തമാണ്. കാരണം നിരവധി തവണ ഇദ്ദേഹം കേരളത്തെ എത്രത്തോളം അപമാനിക്കാനും അധിക്ഷേപിക്കാനും കഴിയുമോ അത്രത്തോളം അത്തരം പരാമർശങ്ങൾ നടത്തിയ വേദികൾ ഇവിടെയുണ്ട്. അതും അമിത്ഷാ എന്ന് പറയുന്ന BJP നേതാവിന് അവരുടെ രാഷ്ട്രീയ പൊതുയോഗത്തിൽ വന്ന് കേരളത്തെക്കുറിച്ച് ഏത് തരത്തിൽ വേണമെങ്കിലും സംസാരിക്കാം, രാഷ്ട്രീയം പറയാം, അത് രാഷ്ട്രീയമാണ്. പക്ഷേ അമിത്ഷാ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്, ഈ രാജ്യത്തിന്റെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു സംസ്ഥാനത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒന്നുകിൽ അതിന് ഡാറ്റകൾ വേണം, അതല്ലെങ്കിൽ അതിന് പിൻബലമാകുന്ന തെളിവുകൾ വേണം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയം ഒരു ഘട്ടത്തിൽ പോലും PFIയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരു വിഷയങ്ങളിലോ കേരളത്തിനെതിരെ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു എന്ന ആക്ഷേപം ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്ന് ഈ തെറ്റിദ്ധാരണ പരത്തുന്നത്, ഈ പച്ചക്കള്ളം പറയുന്നത് എന്ന ചോദ്യമാണ് നമുക്കുള്ളത്. അതുതന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നത് ഇതിനോടകം തന്നെ വ്യക്തമാകുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുക, അത് മാത്രമാണ് BJPയുടെ മുന്നിൽ ഇനിയുള്ള ഏക വഴി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തെ ഈ പരിപാടിയിലും തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു BJP ദേശീയ നേതാവാണ് അമിത്ഷാ എന്നുള്ളത്. അദ്ദേഹം അത്തരം ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഈ കേരളം എന്ന സംസ്ഥാനത്തെക്കുറിച്ച് ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം നടത്തുമ്പോൾ അത് വസ്തുതാപരമായിരിക്കണം എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. കാരണം വസ്തുത അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു അധിക്ഷേപ, അതായത് ദേശവിരുദ്ധരുടെ നാടാണ് കേരളം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അധിക്ഷേപമാണ് എന്നുള്ളത് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് തന്നെ ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഇത് BJPയുടെ ഒരു പാർട്ടി പരിപാടിയാണ്. ആ പരിപാടിക്കിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ രാജ്യത്ത് PFI നിരോധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്താണ് കേരള സർക്കാർ ചെയ്യാത്തത് എന്നത് എടുത്തു പറയാൻ ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി നിന്നിരുന്നുവെങ്കിൽ ഒന്നും തന്നെ ആഭ്യന്തരമന്ത്രിക്ക് പറയാൻ സാധിക്കുമായിരുന്നില്ല. കാരണം കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിലൊരു നിരോധനം, അതോടൊപ്പം തന്നെ അന്വേഷണവും ഒക്കെയുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ നിന്ന് ഏത് രീതിയിലാണ് അതിനോടുള്ള സമീപനം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ മനസ്സിലായതാണ്. 140ഓളം ഭാഗങ്ങളിലുള്ള റെയ്ഡ് ആണെങ്കിലും അതിനോടുള്ള അന്വേഷണ രീതികളാണെങ്കിലും എല്ലാത്തിലും തന്നെ കേരള സർക്കാരിൻ്റെ ഒരു പങ്കും ഇതിൽ ഉണ്ടായിരുന്നു. ഈ ഒരു PFI നിരോധനവുമായി ബന്ധപ്പെട്ട് എല്ലാം നടത്തിയത് മോദി സർക്കാർ ആണ് എന്ന കാര്യമാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ സൂചിപ്പിച്ചത്. കേരളത്തെ ഒരിക്കൽ കൂടി അധിക്ഷേപിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.
അതാണിപ്പോൾ നമ്മൾ കണ്ടത്. കേരളം ദേശവിരുദ്ധരുടെ താവളമാകുന്നു എന്ന് അമിത്ഷാ പറഞ്ഞു വെക്കുമ്പോൾ അത് ഓരോ മലയാളിയുടെ നേർക്ക് തന്നെയാണ് ആ ആക്ഷേപം വരുന്നത് എന്ന് നമ്മൾ നിസ്സംശയം പറയേണ്ടി വരും. കാരണം ഇത് പറയുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് തെളിവ് വേണം, അതല്ലെങ്കിൽ ഡാറ്റകൾ കയ്യിൽ വേണം. ഇതൊന്നുമില്ലാതെ കണ്ണടച്ചൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയായ നടപടിയല്ല. അതാണിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പണ്ട് കർണാടകത്തിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ടാകും. അന്ന് BJP-കാരോട് പറഞ്ഞത് തൊട്ടടുത്ത് കേരളമുണ്ട്, അത് നിങ്ങൾ ഓർത്തോളൂ എന്നാണ് പറഞ്ഞത്. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പലതരത്തിൽ ഈ കേരളത്തെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് നേരത്തെ വന്നതാണ്. പണ്ട് പ്രധാനമന്ത്രി ഇവിടെ എത്തിയപ്പോൾ സൊമാലിയ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ കേരളമാണ് നീതി ആയോഗിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സൂചികകളിലും ഒന്നാമത് നിൽക്കുന്നത്, ക്രമസമാധാനം അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും മികവുറ്റ രീതിയിൽ നിൽക്കുന്നതും എന്നതും നമുക്കറിയാവുന്നതാണ്. എന്നിട്ടാണ് ഒരു ഡാറ്റയും കയ്യിലില്ലാതെ, ഒരു തെളിവുമില്ലാതെ അമിത്ഷാ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അവരുടെ ഏറ്റവും ഹീനമായ രാഷ്ട്രീയ തന്ത്രം എന്ന രീതിയിൽ തന്നെ വിലയിരുത്തേണ്ടി വരും.